നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂർ. പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കണം, തീർച്ചയായിട്ടും വേണം. ആരോഗ്യമുള്ള ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ആരോഗ്യമുള്ള മാതാപിതാക്കൾ വേണം. അമ്മയ്ക്കും അച്ഛനും ആരോഗ്യമുള്ളവരായിരിക്കണം. അതിരാവിലെ എഴുന്നേൽക്കുന്ന ശീലമുണ്ടാക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, അതുപോലെ യോഗ, എക്സർസൈസുകൾ ഇത് ശീലമാക്കുക. നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട കാര്യം. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പൊതുവേ എല്ലാവരുടെയും ഒരു ശീലം. അപ്പോൾ പൊതുവെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുക? ഹോട്ടൽ ഫുഡുകൾ, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ അല്ലേ, നമുക്ക് ബേക്കറി ഫുഡുകൾ. അതിനകത്തൊക്കെ ചേർക്കുന്ന കെമിക്കൽസോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതിന് കളർ കിട്ടാനും അതിന് ടേസ്റ്റ് കിട്ടാനൊക്കെ ഒരുപാട് കെമിക്കൽസൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേക്കറി ഫുഡ്സിലൊക്കെ ഏറ്റവും കൂടുതൽ ഷുഗർ, മൈദ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇറച്ചി, മീൻ, മുട്ട ഇങ്ങനെയുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അമ്മയ്ക്കും അച്ഛനും ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അല്ലേ. ഇപ്പോൾ പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ് അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഡോക്ടർമാരെയൊക്കെ കണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രഗ്നൻസിക്ക് മുമ്പായിട്ടൊന്ന് നോക്കുക എന്നുള്ളതാണ്. തൈറോയിഡൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു പ്രഗ്നൻസിയൊക്കെ ഒരുപാട് ബാധിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന പീരീഡ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആർത്തവം കൃത്യമല്ല, അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെയൊക്കെ ചേഞ്ചസ് അവരുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ കൃത്യമായിട്ട് ഉറക്കമൊക്കെ സമയത്തിന് ഉറങ്ങുക, ഒരുപാട് രാത്രി വൈകിയൊക്കെ മൊബൈൽ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൊബൈലിൻ്റെ റേഡിയേഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ആ കുട്ടിയെ ബാധിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടല്ലേ. അവരുടെ മാനസികമായിട്ടുള്ള വളർച്ചയിലൊക്കെ ഒരുപാട് സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻ പോലുള്ള കാര്യങ്ങൾ. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, പീരിയഡ്സൊക്കെ കറക്റ്റ് അല്ല, റെഗുലർ അല്ല എങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ആയുർവേദ വെൽനസ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മദ്യപാനം, പുകവലി ഇങ്ങനെയുള്ള ശീലങ്ങളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അച്ഛനും അമ്മയും ഒരു പഴഞ്ചൊല്ലുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്തായാൽ കാണാൻ നല്ല ചേലാന്ന്. അപ്പോൾ അതുപോലെയാണ് പല ആളുകളും. ഇപ്പോൾ പലർക്കും ഓവർ കോൺഫിഡൻസ് ആണ്. അവിടെ സംഭവിച്ചു, ഇപ്പോൾ അയൽവക്കത്ത് സംഭവിച്ചു, നമുക്ക് സംഭവിക്കില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഒരുപാട് ആളുകളിലുണ്ട്. അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. മിക്കവാറും പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അബോർഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾ വളർച്ച കുറവ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യവും ആയുസ്സും ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനിത് പറയാൻ കാരണം, ഞാൻ ഒരു ആയുർവേദ വെൽനസ് പ്രൊഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. പൊതുവെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ അത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.